തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ HSSൽ പ്രവേശനോത്സവത്തിനിടെ തർക്കം. സ്കൂൾ പരിസരത്ത് SFI കൊടികെട്ടിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. രക്ഷിതാക്കളെ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്ന് ആരോപണം. SFI ഏരിയ സെക്രട്ടറി ദിലീപ് ഉൾപ്പെടെ 3 പേരെ പോലീസ് മർദ്ദിച്ചെന്നാണ് ആരോപണം. സ്കൂൾ പരിസരത്ത് കൊടികെട്ടരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പമുണ്ട്. ആഷിൻ ഡിയേഗോ, ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂരിൽ എന്താണ് സംഭവിച്ചത്? സുജിയ, രാവിലെ മുതലാണ് ഇവിടെ ഒരു സംഘർഷം ഉടലെടുത്തത്. കാരണം ഇവിടെ ഈ സ്കൂൾ പരിസരത്ത് നേരത്തെ തന്നെ ഈ കൊടികൾ, രാഷ്ട്രീയ പാർട്ടികൾ കൊടികൾ കെട്ടരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് പ്രവേശനോത്സവമായതുകൊണ്ട് തന്നെ കർശനമായും ഇത് എല്ലാവരും പാലിക്കണം എന്നുള്ളത് PTA-യും അതുപോലെ തന്നെ സർവകക്ഷി യോഗത്തിലും വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ SFI പ്രവർത്തകർ ഈ ഭാഗങ്ങളിൽ സ്കൂളിന്റെ പരിസരത്ത് അവരുടെ കൊടികളും ബാനറുകളും കെട്ടിയിരുന്നു. ഇത് ഒരു രക്ഷിതാവ് കുട്ടിയെ സ്കൂളിലേക്ക് ആക്കുന്ന സമയത്ത് അഴിച്ചു മാറ്റുകയും അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രക്ഷിതാവിനെ ഈ SFI പ്രവർത്തകർ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. അതിൽ 2 പേർക്കാണ് മർദ്ദനമേറ്റിട്ടുള്ളത്. അവർ 2 പേരും ഈ വെടിഞ്ഞത്തെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. ബാക്കി ഈ പിന്നീട് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി ഇവരെ നീക്കം ചെയ്യുന്നതിനിടയിലാണ് ബാക്കി സംഘർഷങ്ങൾ ഉടലെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ജീപ്പിലേക്ക് കയറ്റി ക്രൂരമായി മർദ്ദിച്ചു എന്നൊരു ആരോപണം SFI പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. ഏരിയ സെക്രട്ടറി ദിലീപ് ഉൾപ്പെടെ 3 പേർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ശരത് ലാൽ എന്ന പ്രവർത്തകനെ അല്പസമയം മുമ്പ് ഈ വിഴിഞ്ഞം ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഈ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ആ പരിസരത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ SFI ആകട്ടെ ഈ ഒരു ആരോപണങ്ങൾ തള്ളുകയാണ്. അവർ മുട്ടായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ പരിസരത്തേക്ക് എത്തിയത്, കൊടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയും ആ ഭാഗങ്ങളെല്ലാം തന്നെ കൊടികളുണ്ട്. ഇത്തരത്തിൽ ഈ കൊടികൾ കെട്ടരുത് എന്നൊരു കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും സമയത്താണ് വെങ്ങാനൂർ GVHSSൽ SFIയുടെ യൂണിറ്റ് ഉള്ള സ്ഥലമാണോ? സുജി, അല്ല. പക്ഷേ നേരത്തെ കഴിഞ്ഞ 4 വർഷമായി ഈ സംഭവം ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ കൊടി കെട്ടരുത് എന്നൊരു നിർദ്ദേശം കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇവരത് അനുസരിക്കാതെ ഇവിടെ കൊടി കെട്ടാറുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ രക്ഷിതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷങ്ങളിൽ നിൽക്കുന്ന ഒരു തർക്കമാണ് ഇന്ന് അത് വലിയ രീതിയിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് കൂടി കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 2 പ്രവർത്തകരും, കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ മർദ്ദനമേറ്റ അവരിൽ ഒരാൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SFI കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു SFIയുടെ ആരോപണം. ഈ 2 കൂട്ടരുടെയും പ്രവർത്തകർ ഇപ്പോൾ ഈ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതീവ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഇവിടെ ഇപ്പോൾ ആശുപത്രിയിൽ വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ HSSലാണ് പ്രവേശനോത്സവത്തിനിടെ SFIയുടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കൊടി കുത്തിയതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായത്. നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്.